പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത തലത്തിലേക്ക് കടന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 പേർ മത്സരരംഗത്ത്. ഇന്നാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അപരന്മാരുടെ ഭീഷണിയിലാണ് പല സ്ഥാനാർത്ഥികളും. MG പ്രതീഷ് ചേരുന്ന വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് പ്രതീഷ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെയോടെയാണ് പൂർത്തിയായത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. ഏപ്രിൽ 8-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ഇതോടുകൂടി തന്നെ സംസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകും. ഏപ്രിൽ 8-ന് ഏതൊക്കെ മണ്ഡലങ്ങളിൽ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമാകും. എന്തായാലും ഇനി 3 ആഴ്ചയാണ് തിരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രചരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേരത്തെ കുറച്ചധികം സമയം പ്രചരണത്തിനടക്കം സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിലും പ്രചരണം അത്രത്തോളം ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ കടുക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടുകൂടി തന്നെ പല മണ്ഡലങ്ങളിലും വിമത സ്ഥാനാർത്ഥികളും ഒപ്പം അപരന്മാരുമുണ്ട്. ഈ അപരന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥി KS ഹംസയ്ക്കെതിരെ 2 അപരന്മാരാണ് മത്സരിക്കുന്നത്. ഹംസ കടവണ്ടിയും ഒപ്പം ഹംസ എന്ന പേരിൽ 2 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അബ്ദുസമദ് സമദാനിക്കെതിരെയും 2 അപരന്മാർ മത്സരിക്കുന്നുണ്ട്. ഒപ്പം കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെതിരെയും നിലവിൽ അപരന്മാർ മത്സരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ശശി തരൂരിനെതിരെ വിമത സ്ഥാനാർത്ഥി ഷൈൻലാൽ മത്സരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഷൈൻലാൽ. ഈ ചില പാർട്ടിയിലെ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് വിമത സ്ഥാനാർത്ഥിയായി ഷൈൻലാൽ മത്സരിക്കുന്നത്. അത്തരത്തിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടങ്ങൾ ഒപ്പം അത്തരത്തിലൊരു പ്രചരണത്തിലേക്ക് കൂടിയാണ് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോകുന്നത്. സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഇതോടുകൂടി തന്നെ ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും വലിയ വാശിയേറിയ ഒരു പോരാട്ടം തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. ഒരു നല്ല കാര്യം സംഭവിക്കുന്നു, അതുകൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഈ KSRTCയിലും അതുപോലെ സ്വിഫ്റ്റ് ബസ്സിലും യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ ഉച്ചനേരമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ചൂടടിക്കുന്നു എന്ന് നിരന്തരമായ പരാതി കേൾക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. എന്തായാലും ഗതാഗത വകുപ്പ് ഒരു തീരുമാനമെടുത്തു. നല്ല കട്ടൺ വാങ്ങിച്ചിടാൻ തീരുമാനിച്ചു. കട്ടൺ വാങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ KSRTC ബസ്സുകളിലും സ്വിഫ്റ്റിലും ഒക്കെ തന്നെ ഈ കട്ടൺ ഇടും എന്ന് മാത്രമല്ല, ഈ കട്ടൺ സാധാരണഗതിയിൽ ഇത് കുറച്ച് നേരം അഴുക്കായി കഴിയുമ്പോൾ പിന്നെ ഇത് കഴുകാനൊന്നും ആളെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ കഴുകാനും ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. KSRTC അങ്ങനെ ഒരു നല്ല കാര്യമായി മുന്നോട്ട് പോകുന്നു. അത്രയും വെയിലടിക്കാതെ ആളുകൾക്ക് ഇനി KSRTCൻ്റെ ഉള്ളിൽ ഇരിക്കാം എന്ന സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്.